എന്തുകൊണ്ടാണ് ഒന്നാം ഗവൺമെന്റിന്റെ അത്ര പോരാ ഈ ഗവൺമെന്റ് ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ വരാനുള്ള കാരണം? ആ കാരണത്തിന് ഉത്തരമുണ്ട്. പ്രിയപ്പെട്ടവരെ, 8 കൊല്ലം മുമ്പുള്ള കേരളം ഏതാണ്? സഖാവ് പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 2016 ഒരു കേരളമുണ്ട്. ആ കേരളത്തിൽ നിന്ന് 2021 5 കൊല്ലം ഈ കേരളം കടന്നുപോയപ്പോ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 2016 നിന്ന് 17 മാറ്റം പ്രകടമാണ്. അത് ഈ നാട്ടിലെ ആളുകളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാണ്. ഏതാണ് ആ കേരളം? 12 മണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്ന കേരളം, 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയായ കേരളം, നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് പോലും പാഠപുസ്തകം കിട്ടാതെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികൾ പഠിച്ച കേരളം, സരിതാ നായരും ശാലുമേനോനും ജോപ്പനും ചിക്കുമോനും സലീം രാജും അരയിൽ തുണിയില്ലാതെ അരങ്ങാടിയ കേരളം. ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ സഖാവ് EMS മുതലുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി ഒരു തുള്ളി വെള്ളം കുടിക്കാതെ 14 മണിക്കൂർ സമയം ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ മുന്നിൽ പപ്പ എന്ന് പറഞ്ഞിരുന്ന കാലം. ആ കാലമാണ് ഉമ്മൻചാണ്ടിയുടെ കാലം, വലതുപക്ഷകാലം. അവിടെ നിന്നാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ കേരളം ഇന്നു കാണുന്ന കേരളമായത്. അവിടെ നിങ്ങൾ നോക്കൂ, എല്ലാം പറയുന്നില്ല, പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. വൈദ്യുതി മേഖല നോക്കൂ. ഈ താനൂരിൽ ഈ സംസാരം കേട്ട് അപ്പുറത്തെങ്ങാനും നിൽക്കുന്ന ലീഗോ കോൺഗ്രസോ ആയ മനുഷ്യർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ പറയണം. 2016 8 കൊല്ലം മുമ്പ് ഈ കേരളത്തിൽ 12 മണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്നു. ഈ 2024 താനൂരിൽ ഈ നാടിന്റെ ഇടവഴികളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിലെ 10 വയസ്സായ കുട്ടിക്ക് ലോഡ് ഷെഡിങ് എന്താണെന്നറിയുമോ? പവർ കട്ട് എന്താണെന്നറിയുമോ? റോഡിന്റെ അപ്പുറത്ത് 7 മണിക്കും ഇപ്പുറത്ത് 7:30ക്കും കട്ടായിട്ട് പകുതി സീരിയൽ കണ്ടിട്ട് കഥ മുഴുമിപ്പിക്കാൻ വേലിപ്പുറത്ത് നിന്ന് അപ്പുറത്ത് വീട്ടിലെ ചേച്ചിയോട് കഥ മുഴുമിപ്പിക്കാൻ വിളിച്ചു ചോദിച്ചത് 80 കൊല്ലം മുമ്പല്ല, 8 കൊല്ലം മുമ്പാണ് എന്ന് ഈ നാട്ടിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും. 8 കൊല്ലം മുമ്പ് വോൾട്ടേജ് ക്ഷാമം, ബൾബ് കാണാൻ ടോർച്ചടിച്ചു നോക്കിയിട്ടുണ്ട് ഈ കേരളത്തിൽ. പ്രിയപ്പെട്ടവരെ, 8 വർഷക്കാലത്തിനിപ്പുറത്ത് വോൾട്ടേജ് ക്ഷാമം എന്നൊരു വാക്ക് ഈ കേരളം കാണുന്നുണ്ടോ? ഗുണനിലവാരമുള്ള വൈദ്യുതി വന്നു. കൊച്ചി ഇടമൺ പവർ ഹൈവേയുടെ പണി പൂർത്തീകരിച്ചു. നിരവധിയായ ചെറുകിട വൈദ്യുത സ്ഥാപനങ്ങൾ, ഈ നാട്ടിൽ ജലവൈദ്യുത പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ടായി. അപേക്ഷിച്ചാലപ്പോൾ കറണ്ട് കിട്ടി. ഈ കൊടിയ വേനൽക്കാലത്ത് പോലും അരമണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതെ ശക്തമായ പവർ മാനേജ്മെന്റിലൂടെ ഈ കേരളത്തെ ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുപോയി. നിങ്ങൾ ആരോഗ്യ മേഖല നോക്കൂ. ലോകത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കിട്ടുന്ന നാടിന്റെ പേര് കേരളം എന്നാണ്. അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താവുന്ന ഗവൺമെന്റ് ആശുപത്രിയുള്ള നാട് ഈ കേരളമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ഗവൺമെന്റ് കണക്കെടുപ്പിൽ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രിയുള്ള നാട് ഈ കേരളമാണ്. ആശാ വർക്കർമാർ മുതൽ മെഡിക്കൽ കോളേജ് MD വരെ കണ്ണിചേരുന്ന ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ കരുത്തുള്ള നാട് ഈ കേരളമാണ്. ജനകീയ ആരോഗ്യ രംഗത്ത് ഈ കേരളം ബദൽ നിർത്തുപോകുന്നു. വിദ്യാഭ്യാസ രംഗം നിങ്ങൾ നോക്കൂ. ഉണക്കമീനും ചകിരിക്കാറും വിറ്റാൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ താനൂരിലും അങ്ങാടിയിലും ആൾക്കാർക്ക് പറയും. പക്ഷെ സ്കൂൾ നടത്തുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടാണെന്ന് ഈ ജില്ലയിൽ നിന്നുള്ളൊരു ലീഗിന്റെ മന്ത്രി ഈ നാട്ടിൽ പ്രഖ്യാപിച്ച് 100 കണക്കിന് സ്കൂളുകൾ വിൽക്കാൻ വെച്ചൊരു കാലത്ത് നിന്ന് 300-ലധികം സ്കൂളുകൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കെട്ടി ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടത്തി. 7 കൊല്ലം പിന്നിടുമ്പോ 8.5 ലക്ഷം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് പേരുവെട്ടി പൂമ്പാറ്റകളെ പോലെ തുള്ളിച്ചാടി കേരളത്തിന്റെ പൊതുവിദ്യാലയ മേഖലയ്ക്ക് പറന്നു വന്ന അഭിമാനകരമായ ഒരു കാലം ഈ ഇടതുപക്ഷ കാലം അല്ലാതെ ഈ നാടിന് ഓർമ്മയുണ്ടോ? ഇത് വെറുതെ വന്നതല്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ 45 ലക്ഷം കുട്ടികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. 45,000 ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു കൊല്ലം, അടുത്ത കൊല്ലം സ്കൂൾ തുറക്കുമ്പോൾ പഠിക്കാനുള്ള പാഠപുസ്തകം ഇക്കൊല്ലം സ്കൂൾ പൂട്ടുന്നതിന്റെ മുമ്പ് അച്ചടിച്ച് കെട്ടുകെട്ടാക്കി നമ്മുടെ കുട്ടികളുടെ കൈകളിൽ എത്തിച്ചൊരു കാലം സഖാവ് പിണറായി കാലത്തല്ലാതെ ഈ കേരളത്തിന് ഓർമ്മയുണ്ടോ? ഇതല്ലേ ഈ നാട്ടിൽ രാഷ്ട്രീയം പറയുന്നവർ ഈ നാട്ടിൽ പറയേണ്ടത്? നിങ്ങളെല്ലാ കാര്യവും പെൻഷന്റെ കാര്യം നോക്കൂ. 62 ലക്ഷം ആളുകൾക്ക് 1,600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന ഒരു നാട് ഈ ലോകത്ത് മറ്റൊരു നാടുണ്ടോ? 62 ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ. പെൻഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട്. ഇത് വെറുതെ കർഷക തൊഴിലാളിക്ക് 45 രൂപ എല്ലാ മാസം കൊടുക്കാന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചതല്ല. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ചരിത്രത്തിലാദ്യമായി
സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ലാതെ മണ്ണിൽ പണിയെടുക്കണ മനുഷ്യന് പെൻഷൻ കൊടുക്കാൻ പറ്റും എന്ന് ഈ നാടിനെ പഠിപ്പിച്ച പ്രസ്ഥാനം ഈ ചെങ്കൊടിയുടെ പ്രസ്ഥാനമാണ് ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ. ആർക്കാണ് തർക്കമുള്ളത്? നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ കറുപ്പ് മോശമാണെന്നും വെളുപ്പ് ശ്രേഷ്ഠമാണെന്നും ഒരു പൊതുബോധം നമ്മുടെ നാട്ടിലുണ്ട്. കുങ്കുമപ്പൂ കഴിച്ച കുട്ടികൾ വെളുക്കുന്ന, ഗർഭിണികൾ കുങ്കുമപ്പൂ കഴിക്കണമെന്ന് എവിടെയും പറഞ്ഞതല്ല. നമ്മുടെ നാട്ടിൽ ജാതി ജന്മി നാടുവാഴിത്തത്തിന്റെ ഉൽപ്പന്നമായി ഇവിടെ ഉരുണ്ടുകൂടിയ ഒരു പൊതുബോധമാണ്. ആ പൊതുബോധം ഇപ്പോഴും ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ കൊല്ലങ്ങൾ കേട്ടു. മോഹിനിയാട്ടം കളിക്കാൻ തൊലി വെളുക്കണമെന്ന് ഒരു അമ്മായി ഈ നാട്ടിൽ പറഞ്ഞു 2023. നിങ്ങൾ നോക്കൂ, 1980-ലാണ് ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കർഷക തൊഴിലാളിക്ക് 45 രൂപ പെൻഷൻ. എങ്ങനെ